ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിൾ കാണാൻ വൻ ജനക്കൂട്ടം. പൂരത്തിന് കനത്ത സുരക്ഷയൊരുക്കി പോലീസ് സന്നാഹം. നഗരത്തിൽ 3000 പോലീസുകാരെ വിന്യസിക്കും. നഴ്സുമാരുടെ ശമ്പളം സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. അടിസ്ഥാന ശമ്പളം 20,000 രൂപ. കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ പോൾ സി അമ്പൂക്കൻ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച പുത്തഞ്ചിറയിൽ. പൂരപ്രേമികളിൽ ആവേശമുണർത്തി പൂരങ്ങളുടെ പൂരത്തിലെ സാമ്പിൾ വെടിക്കെട്ട് വർണ്ണവിസ്മയം തീർത്തു. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്ക് അവതരിപ്പിക്കാനായ കരിമരുന്ന് പ്രയോഗം വെടിക്കെട്ട് പ്രേമികളെ നിരാശരാക്കിയില്ല. തേക്കിൻകാടിന്റെ മാനത്ത് വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കിയും കണ്ണിനും കാതിനും ഒരുപോലെ ഇമ്പം പകർന്നുമായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ട്. ഗുണ്ട്, അമിട്ട്, കൊഴിമിന്നൽ എന്നിവയുടെ വലിപ്പത്തിലും തീവ്രതയിലും വലിയ തോതിൽ കുറവ് വരുത്തിയതിനാൽ തന്നെ സാമ്പിൾ വെടിക്കെട്ടിൽ ശബ്ദം കുറച്ച് വർണ്ണത്തിനും ദൃശ്യവിരുന്നിനും തുല്യ പ്രാധാന്യം നൽകിയായിരുന്നു ഇരുവിഭാഗത്തിന്റെയും മത്സര വെടിക്കെട്ട്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാനത്ത് പൊട്ടിവിടർന്നപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളായിരുന്നു. പാറമേക്കാവ് വിഭാഗമാണ് ഇത്തവണ കരിമരുന്നിലേക്ക് ആദ്യ തീനാളം പകർന്നത്. രണ്ടാമതായി തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന്റെ വർണ്ണശബ്ദ ദൃശ്യവിസ്മയം കാഴ്ചവെച്ചു. ഇരുവിഭാഗങ്ങളും വെടിക്കെട്ട് പ്രേമികളെ നിരാശരാക്കിയില്ല. പുതുമകളും ഏറെയുണ്ടായിരുന്നു. പാറമേക്കാവ് വിഭാഗത്തിൽ നീലക്കിളികൾ ആകാശത്ത് പാറിപ്പറക്കുന്നതടക്കമുള്ള വിസ്മയ കാഴ്ചകൾ അവതരിപ്പിച്ചപ്പോൾ ശലഭവർണ്ണങ്ങൾ അടക്കമുള്ളവയായിരുന്നു തിരുവമ്പാടിയുടെ തുറപ്പിച്ചിട്ട്. വളഞ്ഞു പൊളഞ്ഞ് മുന്നേറുന്ന സ്കോർപിയോൺ കിങ്, പരമ്പരാഗത ഇനമായ പക്കിരി എന്നിവയെല്ലാം സാമ്പിൾ വെടിക്കെട്ടിൽ മാനത്ത് പൊട്ടിവിടർന്നു. ഇരുവിഭാഗങ്ങളുടെയും കൂട്ടപ്പൊരിച്ചിലിന് ശേഷം മാനത്ത് മാരുവിൽ ചന്തം നിറച്ച അമിട്ടുകളുടെ വർണ്ണമഴയായിരുന്നു. പാറമേക്കാവിനു വേണ്ടി കുണ്ടന്നൂർ ശ്രീനിവാസനും സുന്ദരാക്ഷനും തിരുവമ്പാടിക്ക് വേണ്ടി കുണ്ടന്നൂർ സജിയുമാണ് ഇത്തവണയും വെടിക്കെട്ടൊരുക്കിയത്. ചെറുപടക്കങ്ങളിൽ തുടങ്ങി ഗുണ്ട്, അമിട്ട്, കൊഴിമിന്നൽ എന്നിവയെല്ലാമായി മണ്ണിലും മാനത്തും പെയ്തിറങ്ങിയ കരിമിന്നലാട്ടം ആസ്വദിച്ചാണ് വെടിക്കെട്ട് പ്രേമികൾ മടങ്ങിയത്. ഇത് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ മാത്രം. പ്രകമ്പനവും മാരുവിൽ ചന്തവും തീർക്കുന്ന പുലർച്ച വെടിക്കെട്ടിനായി ഇനി കാതോർക്കുകയും കൺതുറന്ന് കാത്തിരിക്കുകയും ചെയ്യാം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കാൻ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കഴിഞ്ഞ വർഷത്തിന് സമാനമായി ഇക്കുറിയും കനത്ത സുരക്ഷയാണ് പോലീസ് വെടിക്കെട്ടിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. സാമ്പിളിന് മുന്നോടിയായി സ്വരാജ് റൗണ്ടിലെ വാഹന പാർക്കിംഗ് പൂർണ്ണമായി നിരോധിച്ചും വെടിക്കെട്ട് നടക്കുന്ന പറമ്പിന് മുന്നിലായുള്ള റോഡിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചും റൗണ്ടിലേക്കുള്ള ഇടവഴികളിൽ ബാരിക്കേഡുകൾ നിരത്തിയും കർശന നിയന്ത്രണങ്ങളും സുരക്ഷയുമാണ് പോലീസ് ഒരുക്കിയത്. എന്നാൽ ഈ നിയന്ത്രണങ്ങളിലും പൂരാവേശം ചോരാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേരാണ് പൂരനഗരിയിലേക്ക് എത്തിയത്. നിയന്ത്രണങ്ങളുള്ളതിനാൽ ഭൂരിഭാഗം പേരും വെടിക്കെട്ട് തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മുൻപേ സ്വരാജ് റൗണ്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ബഹുനില കെട്ടിടങ്ങളിലും മറ്റുമായി ഇടം പിടിച്ചിരുന്നു. വെടിക്കെട്ടിനിടയിൽ വെടിക്കോപ്പുകളിൽ ചിലത് കാണികൾക്കിടയിലേക്ക് വന്നു പതിച്ചത് പരിഭ്രാന്തി പരത്തി. ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ടിനിടയിലുള്ള സമയദൈർഘ്യം അരമണിക്കൂറിലധികം നീണ്ടത് കാണികളിൽ അല്പം നിരാശ പടർത്തിയിരുന്നു. എന്നിരുന്നാലും പൂരനഗരിയുടെ മാനത്ത് പെയ്തിറങ്ങിയ സാമ്പിൾ വെടിക്കെട്ട് ആവോളം ആസ്വദിച്ചാണ് പൂരാസ്വാദകർ വീടണഞ്ഞത്. അതേസമയം ദൂരെ നിക്കിൽ നിന്നും വന്നെത്തിയ പലർക്കും പോലീസിന്റെ നിയന്ത്രണങ്ങൾ കാരണം വളരെ ദൂരെ നിന്ന് മാത്രമാണ് സാമ്പിൾ ആസ്വദിക്കാൻ കഴിഞ്ഞത്.
ഇതിലെ നിരാശ പങ്കുവച്ചാണ് പലരും മടങ്ങിയത്. TCV തൃശൂർ. തൃശൂർ പൂരത്തിന് തേക്കിൻകാട് മൈതാനത്തെ 6 സോണുകളാക്കി പോലീസ് സുരക്ഷാ വിന്യാസമൊരുക്കും. ഐജിയുടെ മേൽനോട്ടത്തിൽ 3000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നഗരത്തിൽ വിന്യസിക്കുക. തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പോലീസിന്റെ സേവനത്തിനായി 2422003 എന്ന നമ്പർ ഉപയോഗപ്പെടുത്താമെന്ന് ഐജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക വിരുദ്ധരെ പിടികൂടുന്നതിനായി മഫ്തി പോലീസിനെ നിയോഗിക്കും. നഗരത്തിൽ 90 ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂട്ടം തെറ്റിയ കുട്ടികളെ കണ്ടെത്താൻ റേഡിയോ ഫ്രീക്വൻസിയുള്ള പ്രത്യേക ടാഗ് പോലീസിൽ നിന്ന് ലഭ്യമാകും. സുരക്ഷയുടെ ഭാഗമായി ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ കയറുന്നതിന് നിയന്ത്രണമുണ്ടെന്ന് ഐജി പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ കിഴക്കേ ഗോപുരത്തിന് സമീപം പ്രത്യേകം റാമ്പ് ഒരുക്കിയിട്ടുണ്ട്. വെടിക്കെട്ട് വേളയിൽ സ്വരാജ് റൌണ്ടിലെ നായ്ക്കനാൽ ജംഗ്ഷനും ചെമ്പോട്ടിൽ ലൈനിനുമിടയിൽ ജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ല. അടിയന്തര സാഹചര്യം നേരിടാൻ ചെമ്പോട്ടിൽ ലൈനിനെ എമർജൻസി റൂട്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തണ്ടർബോൾട്ട് കമാൻഡോ വിംഗും സുരക്ഷയുടെ ഭാഗമായി തൃശൂരിലെത്തും. ബുധനാഴ്ച രാവിലെ 7 മുതൽ വ്യാഴാഴ്ച ഉച്ചവരെ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കുമെന്ന് ഐജി പറഞ്ഞു. കമ്മീഷണർ രാഹുൽ ആർ നായർ, ACPമാരായ P. വാഹിദ്, ഗോപാലകൃഷ്ണൻ, സിനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് വർണ്ണപ്രഭ നൽകുന്നതാണ് പൂരത്തോടനുബന്ധിച്ചുള്ള ആനച്ചമയ പ്രദർശനം. പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് വിഭാഗം അഗ്രശാലയിൽ ഒരുക്കിയ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ വർഷവും പുതുപുത്തൻ ചമയങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പൂരപ്രേമികളാണ് ചമയ പ്രദർശന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂരത്തിന് അണിനിരക്കുന്ന കരിവീരന്മാരെ അണിയിച്ചൊരുക്കുന്ന വ്യത്യസ്തങ്ങളായ ആടയാഭരണങ്ങൾ പൊതുജനങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനാണ് ചമയ പ്രദർശനം ഒരുക്കുന്നത്. ആനകളെ അണിയിച്ചൊരുക്കുന്ന നെറ്റിപ്പട്ടം, കോലം, കൈമണി, പള്ളമണി, വ്യത്യസ്തമായ വർണ്ണക്കുടകൾ, ആലവട്ടം, വെഞ്ചാമരം തുടങ്ങിയവയാണ് ചമയ പ്രദർശന വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. പൂരത്തിലെ പ്രധാന പങ്കാളികളായ പാറമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ച് തയ്യാറാക്കുന്ന വ്യത്യസ്ത ആടയാഭരണങ്ങളാണ് ഓരോ വർഷവും ഗജവീരന്മാരെ അണിയിച്ചൊരുക്കുന്നത്. ഇതുകൂടാതെ ഇരു ദേവസ്വങ്ങളും പ്രത്യേകമായി തയ്യാറാക്കുന്ന സ്പെഷ്യൽ കുടകൾ പൂരദിവസം മാത്രമേ പുറത്തെടുക്കൂ. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസ്, ബിഷപ്പ് മാർ ഔഗൻ കുര്യാക്കോസ്, പത്മശ്രീ ഡോക്ടർ TS സുന്ദർമേനോൻ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് നീതലക്കാവിലമ്മ തെക്കേ ഗോപുരനട ചൊവ്വാഴ്ച തുറക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേറി വരുന്ന നീതലക്കാവിലമ്മയുടേത് മേളത്തിന്റെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പാകും. ഗോപുരനട തുറക്കുന്ന ചടങ്ങ് രാവിലെ 10 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. വാർത്തകളിലേക്ക്. നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി. സമരം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ചൊവ്വാഴ്ച മുതൽ നഴ്സുമാർ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. 100 കിടക്കകൾ വരെയുള്ള ആശുപത്രികളിലാണ് അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കി വിജ്ഞാപനമിറക്കിയിട്ടുള്ളത്. വിജ്ഞാപനത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷം സമരം സംബന്ധിച്ച തുടർ നടപടികൾ പ്രഖ്യാപിക്കുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം വിജ്ഞാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട രൂപതയിലെ കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ പോൾ C. അമ്പൂക്കൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. കൊടുങ്ങ, അമ്പനോളി, കൊപ്പിളിപ്പാടം, അരിപ്പാലം, വള്ളിവട്ടം നോർത്ത്, ചാലക്കുടി തുടങ്ങിയ ഇടങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. CLC, ജീസസ് യൂത്ത്, കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്നിവയുടെ രൂപത ഡയറക്ടറായും ഫാദർ പോൾ C. അമ്പൂക്കൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് പുത്തഞ്ചിറ ഈസ്റ്റ് ദേവാലയത്തിൽ ദിവ്യബലിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ, തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ മൃതസംസ്കാര ശുശ്രൂഷ കർമ്മത്തിൽ പങ്കെടുക്കും. പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ് സ്റ്റാർസ് കളക്ഷൻ. പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സിൽ ലക്കി ഷോപ്പേഴ്സിന് നൽകുന്നു 1 അല്ല 25 മെഴ്സിഡസ് ബെൻസ്. ഭീമ ജ്വല്ലേഴ്സ് തൃശൂർ, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്. ന്യൂ കേബിൾ പോയിന്റ്, കംപ്ലീറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഫോർ ഇലക്ട്രിക്കൽ ആക്സസറീസ്. ന്യൂട്രിച്ചർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. More than 60 years of service with over 5 lakh satisfied customers. KP Patrus Vaidyan's കണ്ടംകുളത്തി വൈദ്യശാല ഏലാതി ച്യൂവബിൾ ടാബ്ലറ്റ്.
Max Value Credits and Investments Limited, the most trusted NBFC in India. ലക്ഷ്മി സ്റ്റോഴ്സ്, നാക്കിനാൽ, തൃശൂർ. പട്ടുമൂഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം. ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി. Co-sponsored by കാത്തലിക് സിറിയൻ ബാങ്ക്. ഗോൾഡ് ലോൺ എന്നാൽ CSB തന്നെ. ഹോണ്ട കാറുകൾ സ്വന്തമാക്കൂ ജോൺസ് ഹോണ്ട കാർസിൽ നിന്നും. ജോൺസ് ഹോണ്ട കാർസ്, വിയൂർ, തൃശൂർ. നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. സ്വാദ് അടാട്ടുമട്ട അരി. എസ്ക്വയർ തിങ്സ് അഹെഡ്. എസ്ക്വയർ മഞ്ഞത്തിലയൻ, തൃശൂർ. തൃപ്രയാറിന്റെ നാമം സ്വർണ്ണ ലിപികളിൽ. TPR ഗോൾഡ്, തൃപ്രയാർ. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. പൂരച്ചന്തം ചുരിയുന്ന ആനച്ചമയങ്ങളുമായാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഇക്കുറിയും പൂരങ്ങളുടെ പൂരത്തെ വരവേൽക്കുന്നത്. നയനാസ്വാദനത്തിന് പുതുമ നൽകുന്ന ഇരു വിഭാഗങ്ങളുടെയും ആലവട്ട വെഞ്ചാമരങ്ങൾ ആനപ്പുറത്തേറാൻ സജ്ജമായി. മതിവരാ കാഴ്ചകൾ ഒരുക്കുന്ന പൂരങ്ങളുടെ പൂരത്തിൽ ഓരോ വർഷവും പുതുമകളുമായാണ് ആലവട്ട വെഞ്ചാമരങ്ങൾ ഒരുങ്ങുന്നത്. ഈ പതിവ് നിലനിർത്തി തന്നെയാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഇത്തവണയും ആലവട്ട ചാമരങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വർണ്ണക്കല്ലുകളും കടലാസുകളും കണ്ണാടിയുമെല്ലാം മിഴിവേകുന്ന ആലവട്ടങ്ങൾ നയനാഭിരാമമായ കാഴ്ചകളാണ് ഓരോ പൂരപ്രേമിയിലും സമ്മാനിക്കുക. ആലവട്ടങ്ങൾക്കൊപ്പം ചമരിമാന്റെ വാലുപയോഗിച്ച് നിർമ്മിച്ച വെൺപ്രഭ ചൊരിയുന്ന വെഞ്ചാമരങ്ങൾ കൂടിയെത്തുമ്പോൾ പൂരപ്പകിട്ട് ഒന്നുകൂടി കൂടും. 5 പതിറ്റാണ്ടുകാലമായി പാറമേക്കാവ് വിഭാഗത്തിനായി ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് കുറ്റുമുക്ക് ചാത്തനാത്ത് കുടുംബമാണ്. മുത്തച്ഛനിൽ നിന്നും കൈമാറി വന്ന ചുമതല 16 വർഷമായി കോളേജ് അധ്യാപകൻ കൂടിയായിരുന്ന ചാത്തനാത്ത് മുരളീധരനാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത്. ഈ വർഷത്തെ പ്രത്യേകത തഴമ്പേറ്റുന്ന ആനയ്ക്ക് ചന്ദ്രക്കലയും സൂര്യനും ഉദയസൂര്യനും ആയ പ്രമേയം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ കൂട്ടാനകൾക്ക് ഓണത്തിൻ്റെ ഒരു പൂക്കളത്തിൻ്റെ സങ്കല്പത്തിലാണ് ഇത്തവണ ഉണ്ടാക്കിയത്. വെഞ്ചാമരത്തിനകത്ത് മറ്റു പൂരങ്ങളിലൊന്നും കാണാത്ത കമ്പിളി നൂല് കൊണ്ടുണ്ടാക്കുന്ന ഉണ്ടപ്പൊടിപ്പ് അല്ലെങ്കിൽ ഇടയ്ക്കേമ കിട്ടുന്ന ഉണ്ടപ്പൊടിപ്പ് അതിന് കൂടുതൽ മാറ്റ് നൽകുന്നതാണ്. അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ കാണുള്ളൂ. 1.5 പതിറ്റാണ്ടിലേറെ കാലമായി തിരുവമ്പാടി വിഭാഗത്തിനായി ആലവട്ട വെഞ്ചാമരങ്ങൾ അണിയിച്ചൊരുക്കുന്നത് കടവത്ത് ചന്ദ്രനും കുടുംബവുമാണ്. ആലവട്ടം പ്രത്യേകിച്ച് 12 ആനയ്ക്കുള്ളത് ഫസ്റ്റ് ലെയറിൽ കല്ല് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നടുക്കലത്തെ ആനയ്ക്ക് കമ്പ്യൂട്ടർ ഡിസൈനിൽ വെട്ടി 12 മുഖമുള്ള ഒരു ചക്രം പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ണാടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു വെറൈറ്റി ആയിട്ട് വെച്ചിരിക്കുകയാണ് ഈ തവണ. കൂട്ടാനയ്ക്കും വേറെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. പോലെ അങ്ങനെ വളച്ച് വെച്ചിട്ടുള്ള ലേസൊക്കെ വെച്ചിട്ടുള്ളതാണ്. എല്ലാം ഒരു പ്രത്യേകതയാണ് ഈ തവണ. വെഞ്ചാമരം 15 ജോഡി പുതിയ തന്നെയാണ്. അതായത് നടുക്കലത്തെ ആനയ്ക്ക് സ്പെഷ്യലും പിന്നെ കൂട്ടാനുകളും എല്ലാ ആമരങ്ങളും നല്ല തന്നെ, നല്ല നടുക്കലത്തെ ഒരു സ്പെഷ്യലാണ്. മയിൽപീലി ചന്തം വിരിയുന്ന ആലവട്ടങ്ങളും പാരമ്പര്യത്തനിമയേകുന്ന വെഞ്ചാമരങ്ങളും മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് പൂരത്തിനായി സജ്ജമാകുന്നത്. പൂരച്ചന്തം നിറഞ്ഞ ആനച്ചമയങ്ങളുടെ മാറ്റളക്കലിനു കൂടിയാണ് ഓരോ പൂരവും വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ പൂരപ്പിറവിക്കായുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമികളും. ക്യാമറമാൻമാരായ ബിജു ആമക്കോടിനും ആഷിഖിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, ടീം TCV. തിരുവമ്പാടി വിഭാഗത്തിന്റെ സ്പെഷ്യൽ കുടകളിൽ ഇത്തവണ ഗജവീരൻ തിരുവമ്പാടി ശിവസുന്ദരന്റെ ഓർമ്മകൾ നിറയുന്ന കുടകളും ആനപ്പുറമേറും. അഴകന്റെ ആനത്തമ്പുരാനെ സ്മരിച്ചാണ് അതേ മാതൃകയിലുള്ള കുടകൾ തിരുവമ്പാടി തട്ടകത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിനും മൺമറഞ്ഞ കരിവീരക്കേസരി തിരുവമ്പാടി ശിവസുന്ദറുമുണ്ടാകും. എന്നാൽ ഓജസ്സും തേജസ്സും നിറഞ്ഞ ആ തലയെടുപ്പ് തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കുടകളായിട്ടാകും ആരാധകർക്ക് മുന്നിലെത്തുക. ഒരു ശിവസുന്ദറിന്റെ സ്ഥാനത്ത് 15 ആനപ്പുറത്തും അഴകിന്റെ ആനത്തമ്പുരാന്റെ നിറസാന്നിധ്യമുണ്ടാകും. ചെവികളാട്ടുന്ന രീതിയിലാണ് കുട നിർമ്മാണം. 15 വർഷത്തോളം തൃശൂർ പൂരത്തിന്റെ മടത്തിൽ വരവിനും തെക്കോട്ടിറക്കത്തിനുമെല്ലാം തലയുയർത്തി നിൽക്കാറുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട ശിവൻ ഈ പൂരത്തിനുമുണ്ടാകണമെന്ന തട്ടകവാസികളുടെ ആഗ്രഹമാണ് ഇത്തരമൊരു കുടയുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കിയത്. ശിവസുന്ദറിന്റെ അതേ രൂപത്തിലും ഭാവത്തിലും ഉയരത്തിലുമുള്ള 14 സെറ്റ് കുടകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പൂരത്തിന് റെഗുലറായിട്ട് സ്പെഷ്യൽ കുട നമ്മൾ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ തട്ടകത്ത് നമ്മുടെ കുറച്ച് കുട്ടികളെ കൂടി ചേർന്ന് ഞങ്ങളൊരു 10 കൊല്ലമായിട്ട് ചെയ്യുന്നത് ഇതാണ്. കഴിഞ്ഞൊരു ശക്തനപുരാൻ ചെയ്തിരുന്നു. അതിന് മുന്നേ അനന്തശനായിരുന്നു. 7 ആനയ്ക്ക് കൂടി ഒറ്റ കുട നമ്മൾ ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടമാറ്റത്തിൽ ഇതൊരു ഒരാൾ എടുക്കാത്തൊരു തരം റിസ്ക് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ചെവിയിലൊരു മൂവ്മെൻറ്റ് വെച്ച് അത്രയും ഗംഭീരമായ ഒരു ആനയ്ക്ക് കണ്ണിൽ കുതിർന്നൊരു ട്രിബ്യൂട്ട് ഞങ്ങൾ കൊടുക്കുക. ആർട്ടിസ്റ്റ് മുല്ലശ്ശേരി പ്രഭാതിന്റെ നേതൃത്വത്തിൽ
20 ദിവസത്തോളം എടുത്താണ് 15 സെറ്റ് സ്പെഷ്യൽ കുടകൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഫൈബറിലും ഫോമിലും സ്റ്റീലിലുമായാണ് ഭാരം കുറഞ്ഞ കുടകൾ പിറവിയെടുത്തിട്ടുള്ളതും. 10.5 അടിയോളമുള്ള ശിവന്റെ ഉയരം, വിരിഞ്ഞ മസ്തകം, തലയെടുപ്പ്, എടുത്തുയർന്ന കൊമ്പുകൾ, വലിയ ചെവികൾ, തുമ്പിക്കൈയുടെ നീളവും കനവും തുടങ്ങി ശിവന്റെ എല്ലാ ആനയഴകുകളും കുടകളിൽ അതേപടി തന്നെ പുനർസൃഷ്ടിച്ചിട്ടുണ്ടെന്നതാണ് പ്രത്യേകത. തിരുവമ്പാടിയുടെ ഇപ്പോഴത്തെ തിടമ്പേറ്റുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറാനുള്ള ശിവസുന്ദർ സ്പെഷ്യൽ കുട അണിയറയിൽ പരമരഹസ്യമായി വച്ചിരിക്കുകയാണ്. അത് കാണണമെങ്കിൽ കുടമാറ്റത്തിനായി കാത്തിരിക്കണം. തിരുവമ്പാടി ശിവസുന്ദർ ഇല്ലാത്ത ഒരു പൂരത്തെക്കുറിച്ച് ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. തൃശ്ശൂർ പൂരത്തിന് ഇവൻ്റെ ഓർമ്മകൾ നിലനിൽക്കണമെന്നു കരുതിയാണ് ആരാധകരുടെ ഈ സമർപ്പണം. ക്യാമറമാൻ അലക്സ് എടപ്പാറയ്ക്കൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. തൃശൂർ പൂരം വരയിലും വരിയിലും കഥയിലും പാട്ടുകളിലുമെല്ലാം പല രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൃശൂർ പൂരത്തിന് ഒരു നൃത്താവിഷ്കാരം ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിലാണ് ആദ്യമായി ആവിഷ്കരിക്കപ്പെട്ടത്. പൂരം തൃശൂർ പേരൂർ പൂരം, താളം തകമേളം പഞ്ചവാദ്യഘോഷം. മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളാണ് തൃശൂർ പൂരത്തിന്റെ നൃത്താവിഷ്കാരം ഒരുക്കിയത്. സംഘനൃത്ത വേദിയിലാണ് ഡോൺ ബോസ്കോ സ്കൂൾ തൃശൂർ പൂരം ആടിത്തിമിർത്തത്. ഗജമുഖങ്ങളും ആനച്ചമയങ്ങളും പട്ടുകൂടകളും നെറ്റിപ്പട്ടവുമെല്ലാം അടങ്ങുന്ന കാഴ്ചയുടെ ഉത്സവചന്തം തന്നെയായിരുന്നു സംഘനൃത്തമായി ഇവർ ചിട്ടപ്പെടുത്തിയത്. പൂരചരിത്രവും കുടമാറ്റവും മേളവും ചെറുപൂരങ്ങളുമെല്ലാം 10 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗാനത്തിൽ ആവിഷ്കരിച്ചിരുന്നു. പഞ്ചവാദ്യ തിരുകലാശം വർണ്ണക്കുടമാറ്റം. വയനാട് സ്വദേശിയായ പ്രമോദാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ അരങ്ങേറുന്നതിനാലാണ് സാംസ്കാരിക മതേതര പൈതൃകം കൂടിയായ തൃശൂർ പൂരം സംഘനൃത്ത വേദിയിൽ അണിയിച്ചൊരുക്കിയതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിയോ കലന്തിയിൽ പറയുന്നു. 10 മിനിറ്റുകൾ നീളുന്ന ഈ പൂരത്തിൽ തൃശൂർ പൂരത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ തന്നെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് കൂടി തന്നെ കുട്ടികൾക്ക് വിജയം കിട്ടി. ഈസ്റ്റ് ഉപജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ആർഭാടം ഒഴിവാക്കണമെന്ന പുതിയ മാനുവൽ ഇവർക്ക് പാരയായി. 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടെങ്കിലും അപ്പീൽ വഴി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരിച്ചു. ആർഭാടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഗജമുഖങ്ങളും ചമയങ്ങളും മുത്തുകുടകളും നെറ്റിപ്പട്ടവുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് മാത്രം. റവന്യൂ ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി പകരം വീട്ടിയ ടീം തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് A+ കരസ്ഥമാക്കി. പൂരം പെയ്തിറങ്ങുന്ന മണ്ണിൽ പൂരത്തിന് മുന്നേ പൂരക്കാഹളം ഉയർത്തിയാണവർ പൂരനാടിന്റെ അഭിമാനം വാനോളം ഉയർത്തിയത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ബാക്കി പൂരവിശേഷങ്ങൾ ഇടവേള കഴിഞ്ഞു. RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർ രേണുരാജന് പൂരം പുതുമയല്ല. പക്ഷേ ഒട്ടേറെ ചുമതലകളുമായാണ് ഇത്തവണത്തെ പൂരം. വടക്കുന്നാഥന്റെ മണ്ണിൽ വീണ്ടും പൂരമെത്തുമ്പോൾ മുഖ്യ ചുമതലക്കാരിലൊരാളാണ് ഡോക്ടർ രേണുരാജ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്കോടെ ജയിച്ച രേണുരാജിനെ പൂരം നടത്തിപ്പ് ഒരു കടമ്പയല്ല. RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർക്ക് പൂരത്തിന് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന്റെ സുരക്ഷാ ചുമതലയും രേണുരാജിനാണ്. സ്വദേശം ചങ്ങനാശ്ശേരിയാണെങ്കിലും പൂരങ്ങളുടെ പൂരം ഈ സബ് കളക്ടർക്ക് പുതുമയല്ല. രേണുരാജിന്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം തൃശ്ശൂരിലായിരുന്നു. ഇക്കാലത്ത് 2 വർഷം തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട്. ഏറെ പ്രിയം കുടമാറ്റം തന്നെ. 11th ഉം 12th ഉം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൃശ്ശൂർ താമസം ഉണ്ടായിരുന്ന സമയത്ത് പൂരം ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. എന്നാലും അടുത്ത് കാണുന്നതും ചാർജ് വരുന്നതും ആദ്യമായിട്ടായതുകൊണ്ട് തികഞ്ഞ സന്തോഷവും വളരെ അനുഗ്രഹീതമായ ഒരു അവസരം കൈവന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇത്തവണയും കുടമാറ്റം കാണാൻ ആഗ്രഹിക്കുന്ന രേണുരാജിനെ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും കാണാൻ ഇഷ്ടമാണെങ്കിലും ഔദ്യോഗിക തിരക്കുകൾ അതിനനുവദിക്കുന്നില്ല.
എങ്കിലും ജോലിയുടെ ഭാഗമായി പൂരത്തിനൊപ്പമുണ്ടാകും ഈ സബ് കളക്ടർ. കുടമാറ്റമാണ് ഏറ്റവും ഇഷ്ടം. എല്ലാവരെയും പോലെ എന്താ പറയുക, നല്ല വർണ്ണശബളമായിട്ടുള്ള കുടമാറ്റം തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഇത്തവണ കാണാൻ വരിക എന്നൊരു അവസരമില്ല, എല്ലാത്തിനും വരണം. അതുകൊണ്ട് വെടിക്കെട്ട് ഉൾപ്പെടെ എല്ലാ ചടങ്ങുകൾക്കും ഉണ്ടാവും. പൂരമായാലും കലോത്സവമായാലും മുഴുവൻ ആവേശത്തോടെ നെഞ്ചേറ്റുന്നതാണ് തൃശ്ശൂരിന്റെ സംസ്കാരമെന്ന് രേണുരാജ് പറയുന്നു. ഒരു മികച്ച നർത്തകി കൂടിയായ രേണുരാജ് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് പങ്കുവയ്ക്കുന്നത്. വടക്കുന്നാഥിന്റെ മുറ്റത്തെ ഇലഞ്ഞി പോലും പൂത്തുലഞ്ഞ് പൂരത്തെ വരവേൽക്കാനൊരുങ്ങുമ്പോൾ ഇനി പൂരത്തിരക്കിന്റെ മണിക്കൂറുകളാണ്. സബ് കളക്ടറും പൂരത്തിരക്കിലേക്ക്. TCV തൃശൂർ. തൃശൂർ പൂരത്തിന് അധികമാരും ശ്രദ്ധിക്കാത്തവരും വാർത്തയിൽ ഇടം നേടാതെ പോകുന്നവരുമാണ് ആനപ്പുറത്ത് കയറുന്നവർ. പതിറ്റാണ്ടുകളായി പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്ന ആനപ്പുറത്ത് കയറി ശ്രദ്ധേയരായ 2 നമ്പൂതിരിമാർ ഇത്തവണയുമുണ്ടാകും പൂരത്തിന്. തൃശൂർ പൂരത്തിന് പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും തിടമ്പേറ്റുന്ന ആനകളുടെ പുറത്തേറുക എന്നത് വലിയ ഭാഗ്യമാണ്. ഇരുവിഭാഗങ്ങളിലുമായി ആനപ്പുറത്ത് കയറാനുള്ള ഭാഗ്യമാകട്ടെ അധികമാർക്കും ലഭിക്കുകയുമില്ല. എന്നാൽ അങ്ങനെയൊരു പുണ്യം ലഭിച്ചവരാണ് ഈ വാസുദേവന്മാർ. പുറനാട്ടുകര സ്വദേശിയായ വാസുദേവൻ നമ്പൂതിരിയാണ് തുടർച്ചയായ 14 വർഷമായി തൃശൂർ പൂരത്തിന്റെ എഴുന്നള്ളിപ്പിന് പാറമേക്കാവിലമ്മയുടെ തിടമ്പ് നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ദൈവനിയോഗം ലഭിച്ചിട്ടുള്ളത്. ഇലഞ്ഞിത്തറമേളത്തിനും തെക്കോട്ടിറക്കത്തിനുമെല്ലാം ആനപ്പുറത്ത് കോലം പിടിച്ചിരിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചതിനു പുറമെ പാറമേക്കാവിന്റെ കൊടിയേറ്റത്തിനും പറയെഴുന്നള്ളിപ്പുകൾക്കും ഉത്സവങ്ങൾക്കുമെല്ലാം തിടമ്പാനയുടെ പുറത്തേറുന്നത് ക്ഷേത്രം കീഴ്ശാന്തി കൂടിയായ വാസുദേവൻ നമ്പൂതിരി തന്നെ. പതിറ്റാണ്ടുകളോളമായി ഈ രംഗത്ത് തുടരുന്ന ഇദ്ദേഹത്തെ പാറമേക്കാവ് ദേവസ്വം സ്വർണോപഹാരം നൽകി ആദരിച്ചിരുന്നു. ഞാൻ പാറമേക്കാവ് അമ്മയുടെ ഭഗവതിയുടെ എഴുന്നള്ളിച്ച് ആനപ്പുറത്ത് കയറി തുടങ്ങിയിട്ട് 28 വർഷമായി. തെടുമ്പ് പിടിച്ചു തുടങ്ങിയിട്ടൊരു 14 വർഷമായി. തുടക്കം തിരുവമ്പാടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. തിരുവമ്പാടിയിൽ ഇവിടെ പറയും തിരുവമ്പാടിയിൽ എഴുന്നള്ളിപ്പിൻ്റെ ചുമതലയായിട്ടാണ് ആദ്യം തുടക്കം ഉണ്ടായത്. 3 തലമുറയ്ക്കൊപ്പം തിടമ്പാനകളുടെ പുറത്തേറിയ പാരമ്പര്യം കൈമുതലായുള്ള നമ്പൂതിരിയാണ് മുക്കാട്ടുകര സ്വദേശിയായ തൃക്കുമാരൻകുടത്ത് മന വാസുദേവൻ ഭട്ടത്തിരിപ്പാട്. 13-ാം വയസ്സിൽ ആനപ്പുറത്ത് കയറാൻ തുടങ്ങിയ ഇദ്ദേഹം തന്റെ 56-ാം വയസ്സിലും ഇതൊരു ദൈവനിയോഗം പോലെ തുടരുകയാണ്. കോലത്തെക്കാളുപരി കുടയോ ആലവട്ട വെഞ്ചാമരങ്ങളോ പിടിച്ചാണ് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ആനപ്പുറത്തുണ്ടാകുക. തിരുവമ്പാടിയിൽ ഒരു കൊല്ലം ആദ്യം തിരുവമ്പാടിയിലാണ്. അതിന് തെടുമ്പ് പിടിക്കാൻ കോലം പിടിക്കാൻ ഭാഗ്യം തന്നെയാണ്. 2 പ്രാവശ്യം എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഒരിക്കൽ പകലും ഒരിക്കൽ രാത്രിയും എഴുന്നള്ളിക്കുണ്ടായിരുന്നു. ഒരു 8 കൊല്ലം മുമ്പ് രാത്രി എഴുന്നള്ളിക്കുണ്ടായി. ലോകപ്രശസ്തി ആർജിച്ച തൃശൂർ പൂരം എന്ന മഹാപൂരത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നായ പാറമേക്കാവിന്റെ ഗജവീരക്കേസരിയുടെ പുറത്തേറുന്ന ഈ നമ്പൂതിരിമാർ വാസുദേവ ചരിതം രചിക്കുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തിന്റെ തലയെടുപ്പുകളാണ് സുരാജ് റൗണ്ടിൽ ഉയരുന്ന പൂരപ്പന്തലുകൾ. മണികണ്ഠനാലിലും നായക്കനാലിലും നടുവിലാലിലും പൂരപ്രേമികളെ വരവേൽക്കാൻ പന്തലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. 90 അടി ഉയരത്തിൽ ക്ഷേത്രഗോപുര മാതൃകയിലുള്ള വിസ്മയ പന്തലാണ് നടുവിലാലിൽ ഉയർത്തിയിരിക്കുന്നത്. ചേറൂർ സ്വദേശി മണികണ്ഠനാണ് ഇതിന്റെ ശില്പി. കഴിഞ്ഞ തവണ നായ്ക്കനാൽ പന്തലൊരുക്കിയ മണികണ്ഠന്റെ 2ാമത്തെ തൃശൂർ പൂര പന്തലാണ് ഇത്. ആറട്ടുപുഴ സ്വദേശി സജീവനാണ് ദീപാലങ്കാര ചുമതല. ചൈനയിൽ നിന്നുമെത്തിയ മഴവിൽ വർണ്ണങ്ങൾ ഇടവിട്ട് വിരിയുന്ന പ്രത്യേക ബൾബുകളാണ് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നത്. ഏതു വശത്തു നിന്നും വൃത്താകൃതിയിൽ തോന്നിപ്പിക്കുന്ന പ്രത്യേക രീതിയിലാണ് പന്തലിന്റെ നിർമ്മാണം. ചൂടുമൂലം രാത്രിയിലാണ് പന്തലിന്റെ പണികൾ പൂർത്തിയാക്കിയത്. മിണാലൂർ ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഗോപുര മാതൃകയിലുള്ള നായ്ക്കനാൽ പന്തൽ ഉയർന്നത്. 80 അടിയോളം ഉയരത്തിൽ ചതുരാകൃതിയിലാണ് ഗോപുര പന്തലിന്റെ നിർമ്മാണം. ചെറുഗോപുരങ്ങൾ ഉള്ളിൽ വരും വിധമാണ് നിർമ്മാണം. പന്തൽ നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ പരിചയസമ്പത്തുള്ള മിണാലൂർ ചന്ദ്രൻ 14 വർഷം തൃശൂർ പൂരത്തിന് പന്തലൊരുക്കിയിട്ടുണ്ട്. മുളങ്ങുന്നത്തുകാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് ദീപാലങ്കാരം നിർവഹിച്ചത്. തൃശൂർ പൂരത്തിന് ആദ്യമായി പന്തലൊരുക്കുന്ന സന്തോഷത്തിലാണ് നാദം ബൈജു. നിറങ്ങളുടെ പൂരപ്പന്തലാണ് മണികണ്ഠനാലിൽ ബൈജുവിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ചതുരവും വൃത്തവും ഇടകലർത്തിയാണ് പന്തലിന്റെ നിർമ്മാണ രീതി. മഴവിൽ വർണ്ണമിടർത്തുന്ന LED പിക്സൽ ബൾബുകൾ ഉപയോഗിച്ച് പന്തലിന്റെ ദീപാലങ്കാരം ഒരുക്കുന്നതും ബൈജു തന്നെയാണ്. ഓരോ തട്ടിലും നിരവധി തൂണുകളോടുകൂടിയ വർണ്ണവിധാനം സജ്ജമാക്കിയത് 80 അടി ഉയരത്തിലാണ്. പൂരരാവിൽ പൂരത്തിരക്കിൽ അലിയാനെത്തുന്ന ആയിരങ്ങൾക്ക് നയനമനോഹരമായ പൂരക്കാഴ്ച സമ്മാനിക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് പൂരപ്പന്തലുകൾ.
തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂരച്ചമയ സമർപ്പണം നടന്നു. ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി ക്ഷേത്ര മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരി ആദ്യ സമർപ്പണം നടത്തി. തുടർന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ പി ചന്ദ്രശേഖരൻ, സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി തുടങ്ങിയവരും ഭക്തജനങ്ങളും പട്ടുകുടകൾ സമർപ്പിച്ചു. തൃശൂർ പൂരത്തിലെ പ്രശസ്തമായ തെക്കോട്ടിറക്കത്തിൽ ദേവിമാരെ സ്വീകരിക്കാൻ ഒരു ക്രിസ്തീയ പുരോഹിതൻ നട്ടുവളർത്തിയ കൊച്ചുമരവും ചില്ലകളാട്ടി നിൽപ്പുണ്ടാകും. 8 വർഷങ്ങൾക്ക് മുൻപ് തേക്കിൻകാടിന് സമർപ്പിച്ച സോസേജ് ട്രീ എന്ന ആഫ്രിക്കൻ ഔഷധമരത്തെ പരിപാലിക്കാൻ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് വീണ്ടുമെത്തി. 2010 ജനുവരി 1 തീയതി പുതുവർഷ പുലരിയിലായിരുന്നു കൈജീലിയ പിന്നേറ്റ എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഔഷധമായ സോസേജ് ട്രീ തെക്കേ ഗോപുരനടയ്ക്ക് കിഴക്കുവശത്തായി നട്ടത്. അന്ന് മന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രനും കെ രാധാകൃഷ്ണൻ, MCS മേനോൻ തുടങ്ങിയ പ്രമുഖരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് മതസൗഹാർദ്ദത്തിന് പ്രതീകമായി കൊച്ചുമരത്തെ തേക്കിൻകാടിന് സമർപ്പിച്ചത്. 8 വർഷം പിന്നിടുമ്പോൾ ശൈശവം പിന്നിട്ട് ഒരു കൊച്ചുമരമായി ആനപ്പിടുങ്ങി എന്ന് നാട്ടുവെളിപ്പേരുള്ള ഈ ഔഷധമരം മാറിക്കഴിഞ്ഞു. ഓരോ വർഷവും പൂരത്തിന് മുൻപ് ഇവിടെ എത്തി മരത്തെ പരിപാലിച്ച് അല്പനേരം മരച്ചുവട്ടിൽ ചിലവഴിച്ചാണ് ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് മടങ്ങുക. 2010 പുതുവത്സര ദിനത്തിലാണ് ഈ കൈജീലിയ പിന്നാറ്റ എന്ന് പറയുന്ന സസ്യശാസ്ത്ര നാമമുള്ള ഈ ആഫ്രിക്കൻ ചെടി ഇവിടെ കൊണ്ട് നട്ടത്. അപ്പോൾ അതിൻ്റെ കായാണ് അതിൻ്റെ പ്രത്യേകത. 3-4 അടി വലുപ്പമുള്ള പോഡ്. അങ്ങനെയാണ് ഈ ആനപ്പിടുങ്ങ് എന്നുള്ള പേര് വന്നത്. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ താൻ നട്ടുവളർത്തിയ മരത്തെ കൺകുളിർക്കി കണ്ട് തൊട്ട് തലോടി മടങ്ങുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി പൂരത്തെ വരവേൽക്കാൻ ഈ കൊച്ചുമരവും ഒരുങ്ങി നിൽക്കുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പോലീസിന്റെയും PRDയുടെയും പവലിയനുകൾ തുറന്നു. പോലീസ് പവലിയന്റെ ഉദ്ഘാടനം IG MR അജിത് കുമാർ നിർവഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ രാഹുൽ ആർ നായർ, റൂറൽ SP യതീഷ് ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു. PRD പവലിയന്റെ ഉദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. കെ രാജൻ MLA, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. TCV വിഷ്വൽ എഡിറ്റർ ശരത്തിന്റെ സഹോദരൻ മേത്തല തായാട്ടുപറമ്പിൽ ബാബു മകൻ ഷാബുലാൽ നിര്യാതനായി. 29 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സ്വവസതിയിൽ. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ കടലിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. അഷ്ടമിച്ചിറ തോപ്പിൽ 20 വയസ്സുള്ള അശ്വിനിയാണ് മരിച്ചത്. അഴീക്കോട് നിന്നും 1.5 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് തീരദേശ പോലീസ് എത്തി മൃതദേഹം കരയിലെത്തിച്ചു. ഞായറാഴ്ച കടൽ കാണാനെത്തിയ 7-അംഗ സംഘത്തിലെ അശ്വിനി ഉൾപ്പെടെ 4 പേർ കടലിൽ ഇറങ്ങുകയും തിരയിൽപ്പെടുകയുമായിരുന്നു. ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും രക്ഷാപ്രവർത്തനം നടത്തി. 4 പേരെയും കണ്ടെത്തി കരയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അശ്വിനി വീണ്ടും തിരയിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട അശ്വിനിയുടെ സഹോദരി ദൃശ്യ, അമ്മ ഷീല, ബന്ധു അതുല്യ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. അഷ്ടമിച്ചിറ കടമ്പത്തിൽ വിജയകുമാറിന്റെ മകളായ അശ്വിനി മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയ വണ്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ തൃശൂരിൽ വിതരണം ചെയ്തു. വടക്കേ സ്റ്റാൻഡിലെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജനറൽ മാനേജർ സോണി ജോസഫ്, സ്റ്റോർ മാനേജർ അജീഷ്, മാനേജർ അനീഷ്, സമ്മാനം നൽകുന്ന ബ്രാൻഡുകളുടെ പ്രതിനിധികൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്രാൻഡുകൾ നൽകുന്ന നിരവധി സമ്മാനങ്ങളാണ് വണ്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചത്. ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, ഹോണ്ട ഡിയോ സ്കൂട്ടറുകൾ, സ്വർണ്ണ നാണയങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റൗ, മൊബൈൽ ഫോണുകൾ, മൈക്രോവേവ് ഓവനുകൾ, മിക്സർ ഗ്രൈൻഡർ, സോഡ മേക്കർ, ജൂനിയർ സൈക്കിൾ, ഗിഫ്റ്റ് കൂപ്പണുകൾ, മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളടക്കം നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകിയത്. ഗുണമേന്മയാർന്ന നിത്യോപയോഗ സാധനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളുമെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നിരവധി ഓഫറുകളോടെ നൽകിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ വിഷുവിനോടനുബന്ധിച്ച വണ്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഉപഭോക്താക്കളിൽ നിന്ന് ആവേശപൂർവ്വമായ പ്രതികരണമാണ് ലഭിച്ചത്. മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുന്നതിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നൽകിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്ന സേവനമാണ് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്ത CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണന് സ്വീകരണം നൽകി. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സ്വീകരണത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ രക്തഹാരം അണിയിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബു പാലിശ്ശേരി ഷാൾ അണിയിച്ചു.
സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, A രാമചന്ദ്രൻ, PK ഷാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഹൈദരാബാദിൽ നടന്ന 22ാമത് പാർട്ടി കോൺഗ്രസാണ് K രാധാകൃഷ്ണനെ കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തത്. K രാധാകൃഷ്ണനെ കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തതോടെ CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് UP ജോസഫിനെയോ MM വർഗീസിനെയോ പരിഗണിച്ചേക്കും. ചുവൂർ പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. മോഴിപ്പറമ്പിൽ വിൻസെന്റിന്റെ വീടിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഫർണിച്ചർ നിർമ്മാണശാലയാണ് കത്തിനശിച്ചത്. ഫർണിച്ചർ നിർമ്മാണശാലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപവാസി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫർണിച്ചർ നിർമ്മാണശാലയും മെഷീനറികളും പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. തേക്കുതടിയിൽ നിർമ്മിച്ച 8 ലക്ഷം രൂപയുടെ അലമാരകളും സെറ്റുകളും കത്തിനശിച്ചതായി വിൻസെന്റ് പറഞ്ഞു. തൃശൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ കേരള തീരത്ത് 3 മീറ്റർ വരെ കൂറ്റൻ തിരമാല ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടലിൽ നങ്കൂരമിടുന്ന ബോട്ടുകൾ കൂട്ടിമുട്ടി അപകടമുണ്ടാവാതിരിക്കാൻ ബോട്ടുകൾ അകലം പാലിക്കണം. ബോട്ടുകൾ തീരത്തു നിന്നും കടലിലേക്കും കടലിൽ നിന്ന് തീരത്തേക്കും കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്നും വിനോദസഞ്ചാരികൾ കടൽ കാണാൻ പോകുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നാനാജാതി മതസ്ഥർ വിദ്വേഷമില്ലാതെ ഒത്തുകൂടുന്ന ഉത്സവവും സംസ്കാരങ്ങളുടെ കൂട്ടായ്മയുമാണ് തൃശൂർ പൂരമെന്ന് ചലച്ചിത്ര താരം പത്മശ്രീ ഡോക്ടർ ജയറാം പറഞ്ഞു. ജവഹർ ബാലഭവന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള പുസ്തക സ്വീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ആൾക്കൂട്ടത്തിൽ ഒരാൾ പൊക്കം എന്ന തന്റെ പുസ്തകം ജയറാം ബാലഭവന് കൈമാറി. ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ P കൃഷ്ണൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. മേയർ അജിത ജയരാജൻ, ബോർഡ് അംഗങ്ങളായ CR ദാസ്, ജോസഫ്, രാമദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉപരോധിച്ചു. തൃശൂർ പൂരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ അവസാനിപ്പിക്കുക, പാട്ടകാലാവധി തീർന്ന ദേവസ്വം ഭൂമികൾ തിരിച്ചുപിടിക്കുക, വടക്കുനാഥ ക്ഷേത്ര മൈതാനം DTPCക്ക് കൈമാറാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ക്ഷേത്രഭൂമിയിൽ പെട്രോൾ പമ്പുകൾ തുടങ്ങാനുള്ള നീക്കം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനെ നിരോധിച്ചത്. ഉപരോധ സമരത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി K കേശവദാസ്, ജില്ലാ ട്രഷറർ V മുരളീധരൻ, മണികണ്ഠൻ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. കുറുമാലിപ്പുഴയിൽ ആറ്റപ്പള്ളി കടവിന് സമീപം ചീങ്കണ്ണിയെ കണ്ടതായി അഭ്യൂഹം. ആറ്റപ്പള്ളി പുഴയോരത്തുള്ള പള്ളത്തേരി അനൂപ് സിംഗിന്റെ ജാതിത്തോട്ടത്തിലാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടത്. അനൂപിന്റെ ഭാര്യ പിതാവ് നാരായണനാണ് 3/4 അടിയോളം നീളം വരുന്ന ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടത്. ഇയാൾ അടുത്ത് ചെല്ലുന്നത് കണ്ട് ചീങ്കണ്ണി കുഞ്ഞ് പുഴയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. 2 ആഴ്ച മുൻപ് മറ്റൊരാളും ചീങ്കണ്ണി കുഞ്ഞിനെ കണ്ടിരുന്നു. 2 മാസത്തോളം മുൻപ് ഇതേ തോട്ടത്തിൽ ചീങ്കണ്ണിയുടേതെന്ന് സംശയിക്കുന്ന ഏതാനും മുട്ടകൾ കണ്ടിരുന്നതായി അനൂപ് സിംഗ് പറയുന്നു. നിരവധി ആളുകൾ കുളിക്കാനിറങ്ങുന്ന ആറ്റപ്പള്ളി കടവിന് സമീപം ചീങ്കണ്ണിയുണ്ടെന്ന വാർത്ത പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഇനി വാണിജ്യം. ലേഡീസ് ഉൽപ്പന്നങ്ങളുടെ അതിശയിപ്പിക്കുന്ന എക്സ്ക്ലൂസീവ് കളക്ഷനുമായി ക്യൂൻ ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹൈറോഡ് ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ ഹാജി നിർവഹിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് PS സുനിൽകുമാർ, ചലച്ചിത്ര നടൻ സുനിൽ സുഗത എന്നിവർ മുഖ്യാതിഥികളായി. ക്യൂൻ മാനേജിംഗ് ഡയറക്ടർ പുതിയ വീട്ടിൽ മജീദ്, മക്കളും പാർട്ണർമാരുമായ അനീസ്, നിയാസ്, ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചുരിദാർ മെറ്റീരിയൽ, കോട്ടൺ ലൈനിംഗ്, ജൂട്ട്, ലിനൻ, സോഫ്റ്റ് നെറ്റ്, കോട്ടൺ പ്രിന്റ്സ്, ബ്രൈഡൽ ഫ്രോക്സ്, ഡിസൈൻസ് കുർത്തീസ്, ഡൈബിൾ ഫാബ്രിക്സ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നത്. വസ്ത്ര വിപണന രംഗത്ത് നിരവധി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്യൂൻ മികച്ച ഗുണമേന്മയുള്ള വസ്ത്രങ്ങളാണ് ലഭ്യമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിൾ കാണാൻ വൻ ജനക്കൂട്ടം. പൂരത്തിന് കനത്ത സുരക്ഷയൊരുക്കി പോലീസ് സന്നാഹം. നഗരത്തിൽ 3000 പോലീസുകാരെ വിന്യസിക്കും. നഴ്സുമാരുടെ ശമ്പളം സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. അടിസ്ഥാന ശമ്പളം 20,000 രൂപ.
കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ പോൾ സി അമ്പൂക്കൻ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച പുത്തൻചിറയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി.